നമസ്കാരം. വിവാദ പ്രസ്താവനകളുമായി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. മുസ്ലിം ലീഗിനെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് വെള്ളാപ്പള്ളി രംഗത്ത് വന്നത്. മുസ്ലിം ലീഗ് രാജ്യവിഭജനത്തിന്റെ സന്തതിയാണ്. സംസ്ഥാനത്ത് മതരാഷ്ട്രം സ്ഥാപിക്കാനാണ് അവരുടെ ലക്ഷ്യം. മുസ്ലിം സംഘടനകളെ ചോദ്യം ചെയ്യുന്നവരെ അടിച്ചിരുത്തുന്ന രീതിയാണ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നതെന്നും വെള്ളാപ്പള്ളി ആരോപിച്ചു. മലപ്പുറം ജില്ല ആർക്കും ബാലികേറാമലയല്ലെന്ന് താൻ പറഞ്ഞതിന്റെ പേരിൽ ലീഗ് തന്നെ മുസ്ലിം വിരോധിയായി ചിത്രീകരിക്കാൻ ശ്രമിച്ചു. മലപ്പുറത്ത് ഒരു കുട്ടി പള്ളിക്കൂടം പോലും യാചിച്ചിട്ട് അവർ തന്നില്ല. ലീഗും അവരുടെ പോഷക സംഘടനകളും ചേർന്ന് തന്നെ വേട്ടയാടി. മുസ്ലിം ലീഗ് വരയ്ക്കുന്ന ലക്ഷ്മണരേഖ മറികടക്കാൻ സാധിക്കാത്ത പാർട്ടിയായി കോൺഗ്രസ് മാറിയെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. മുസ്ലിം സംഘടനകളെ ചോദ്യം ചെയ്യുന്നവരെ അടിച്ചിരുത്തുന്ന രീതിയാണ് ഇപ്പോഴുള്ളത്. തന്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ പോലും ലീഗ് ചോദ്യം ചെയ്തു. മുസ്ലിം സംഘടനകളുടെ ചോദ്യം ചെയ്യപ്പെടാത്ത ആധിപത്യത്തിന് പിന്നിൽ പ്രധാന ലക്ഷ്യം കേരളത്തിൽ മതരാഷ്ട്രീയം സ്ഥാപിക്കുക എന്നതാണെന്നും വെള്ളാപ്പള്ളി കൂട്ടിച്ചേർത്തു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന ഒരു കാലത്ത് ജനങ്ങളെ വളർത്താനും ഉയർത്താനും പ്രവർത്തിച്ച പാർട്ടിയാണ് കോൺഗ്രസ്. ആർ ശങ്കർ ഉൾപ്പെടെയുള്ള മഹാന്മാർ നയിച്ച കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി ഇന്ന് അപ്രസക്തമായി മാറിയിരിക്കുകയാണ്. കുറെ പേർ കേരള കോൺഗ്രസിലേക്കും കുറെ BJPയിലേക്കും പോയപ്പോൾ കോൺഗ്രസ് ശോഷിച്ചപ്പോൾ ആരാലും ചോദ്യം ചെയ്യപ്പെടാത്ത ശക്തിയായി മുസ്ലിം സംഘടനകൾ വളർന്നുവെന്ന് വെള്ളാപ്പള്ളി പറഞ്ഞു. രാഷ്ട്രീയത്തിൽ ഈഴവ സമുദായത്തോട് വിവേചനമുണ്ട്. ഈഴവരായ ആര് വന്നാലും വളരാൻ അനുവദിക്കില്ല. VS അച്യുതാനന്ദനെയും ഗൗരിയമ്മയും പിണറായി വിജയനെയും പറ്റി എന്തൊക്കെയാണ് പറഞ്ഞത്? അച്യുതാനന്ദനെ ജാതി പറഞ്ഞ് ആക്ഷേപിച്ചില്ലേ? മറ്റ് സമുദായക്കാർ പലരും മന്ത്രിമാരായിട്ടുണ്ടല്ലോ, അവരെക്കുറിച്ച് എന്താണ് ആരും പറയാത്തത്? ഇപ്പോൾ ദേവസ്വം മന്ത്രി വാസവൻ രാജിവെക്കണമെന്നാണ് ചിലർ ആവശ്യപ്പെടുന്നത്. മുഖ്യമന്ത്രിയും മന്ത്രി വാസവനും രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുന്നവർ ഗണേഷ് കുമാർ രാജിവെക്കണമെന്ന് ആവശ്യപ്പെടാത്തത് എന്തുകൊണ്ടാണെന്ന് വെള്ളാപ്പള്ളി ചോദിച്ചു. സമുദായ അംഗങ്ങളെ വളരാനും വളർത്താനും അനുവദിക്കാത്ത സമീപനമാണ് പൊതുവെ ഇവിടെയുള്ളത്. ഈഴവരെ വളരാനും വളർത്താനും അനുവദിക്കുന്നില്ല. ഈഴവർ ഒരു കാരണവശാലും രാജ്യം ഭരിക്കരുതെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രിയാകും. വിജയൻ എന്നാൽ വിജയിക്കാൻ ജനിച്ചവനെന്നാണെന്നും വെള്ളാപ്പള്ളി കൂട്ടിച്ചേർത്തു.